നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ഞങ്ങൾ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു ഗ്രാമം പ്രാർത്ഥനയോടെ ഒന്നിക്കുന്നു. 3 ജീവനുകൾ നിലനിർത്താൻ. വാമൊഴി വഴക്കത്തിന്റെ പാട്ടുകാരി കാവാലം രംഭ ഇനി നവജീവൻ ട്രസ്റ്റിന്റെ തണലിൽ. ടൂറിസത്തിന്റെ മറവിൽ അനാശാസ്യം വ്യാപിക്കുന്നതായി നാട്ടുകാർ. അംഗീകാരമില്ലാത്ത മസാജ് സെന്ററുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. രോഗമൊരു കുറ്റമല്ല. പണമില്ലാത്തതിന്റെ പേരിൽ ചമ്പക്കുളം ഗ്രാമത്തിൽ നിന്നും 3 വിലപ്പെട്ട ജീവനുകൾ അകാലത്തിൽ പൊലിയരുത്. അതിനായി ഒരു ഗ്രാമം മുഴുവൻ പ്രാർത്ഥനയോടെ ഒന്നിക്കുന്നു. ഒക്ടോബർ 5 ഞായറാഴ്ചയാണ് ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 9 മുതൽ 2 വരെ ധനസമാഹരണം നടത്തുന്നത്. ഒരു ചരിത്ര ദൌത്യമാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. കണ്ടങ്കരി ചങ്ങലംപറമ്പ് വീട്ടിൽ രാജുമോന്റെയും കിഴക്കേടം വീട്ടിൽ മനോജ് കുമാർ, കൊല്ലംമാര് പറമ്പിൽ അനിൽകുമാർ എന്നിവരുടെ ഓപ്പറേഷനും വിദഗ്ധ ചികിത്സയ്ക്കുമായി 30 ലക്ഷത്തോളം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു ഗ്രാമം കൈകോർക്കുന്നത്. ചമ്പക്കുളവും പുല്ലങ്കടിയും കണ്ടങ്കരിയും അമിച്ചകരിയും തെക്കേക്കരയും മങ്കൊമ്പും നെടുമുടിയും ആറ്റുവാത്തലയും പുന്നക്കുന്നശ്ശേരിയും ഒന്നാംകരയും ഒന്നിച്ച് ഞായറാഴ്ച പണസമാഹരണത്തിൽ അകമഴിഞ്ഞ സഹായം നൽകണമെന്ന് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 6-ാം വാർഡിലെ കണ്ടങ്കരിയിൽ നിന്നുള്ള ചങ്ങലംപറമ്പ് വീട്ടിൽ പാർക്കിൻസൺ രോഗം ബാധിച്ച് രാജ്മോഹൻ ദേവസ്യ, 6-ാം വാർഡിലെ തന്നെ കിഴക്കേടം വീട്ടിൽ മനോജ് കുമാർ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അതുപോലെ നമ്മുടെ 10-ാം വാർഡിലെ കൊല്ലംമാര് പറമ്പിൽ അനിൽകുമാർ, അത് വൃക്കരോഗിയാണ്. ഇവരുടെ 3 പേർക്കും ഓപ്പറേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണത്തിന് വേണ്ടി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി പ്രത്യാശ ഫാദർ സെബാസ്റ്റ്യൻ മുന്നശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യാശ ചങ്ങനാശ്ശേരിയും ചേർന്ന് ഒരു പൊതുധന സമാഹരണത്തിന് വേണ്ടിയാണ് നമ്മൾ ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നടത്താനുള്ളത് ഒക്ടോബർ 1-ാം തീയതി തെക്കേക്കര സെന്റ് ജോൺസ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലീഡേഴ്സ് മീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത സ്ക്വാഡ് കൺവീനർമാരെ, വാർഡ് ചെയർമാൻമാരെ, വാർഡ് കൺവീനർമാരെ, ജോയിന്റ് കൺവീനർ, ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലീഡേഴ്സ് മീറ്റ് 1-ാം തീയതി സെന്റ് ജോൺസ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ 5-ാം തീയതിയാണ് പൊതുധന സമാഹരണം. അന്ന് രാവിലെ 9 മുതൽ ഉച്ച കഴിഞ്ഞ് 2 വരെ ആണ്. ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന അത്രയും പൈസ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സ്വരൂപിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ജീവൻ രക്ഷാ സമിതിയുടെ ലക്ഷ്യം. പാർക്കിൻസൺ രോഗബാധിതനായ ഓട്ടോറിക്ഷ തൊഴിലാളി രാജുമോന് ഡീപ് ബ്രെയിൻ സ്റ്റിമുലൈസേഷൻ ഓപ്പറേഷനും മനോജ് കുമാറിനും അനിൽകുമാറിനും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും അനിവാര്യമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരുന്നു. ചികിത്സാ ചെലവുകൾക്ക് പണമില്ലാതെ വലയുന്ന ഈ 3 കുടുംബങ്ങൾ കണ്ണീരുമായി കഴിയുമ്പോൾ സഹജീവികളായ നമുക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കുവാനാവുമോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതി രൂപമെടുത്തത്. കൊടിക്കുന്നിൽ സുരേഷ് MP, തോമസ് ചാണ്ടി MLA എന്നിവർ മുഖ്യ രക്ഷാധികാരികളും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി ചെയർപേഴ്സണായും ജോപ്പൻ ജോയി വാരിക്കാട് വൈസ് ചെയർമാനായും കൊല്ലംപറമ്പിൽ K കവിരാജൻ ജനറൽ കൺവീനറുമായുള്ള സമിതി കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും കൺവെൻഷനുകൾ ചേർന്നു. വാർഡ് മെമ്പർമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ തുടങ്ങിയവർ ജീവൻ രക്ഷാ സമിതിയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ഒക്ടോബർ 1-ാം തീയതി എല്ലാ വാർഡുകളിൽ നിന്നുമുള്ള ജീവൻ രക്ഷാ സമിതിയിലെ നേതൃത്വ നിരയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കും. തെക്കേക്കര സെന്റ് ജോൺസ് പാരിഷ് ഹാളിലാണ് ലീഡേഴ്സ് മീറ്റ് നടത്തുക. ഞായറാഴ്ച നടക്കുന്ന പൊതു ധനസമാഹരണം വിജയിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അന്ന് നൽകും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാസമിതി വൈസ് ചെയർമാൻ ജോപ്പൻ ജോയി വാരിക്കാട്, ജനറൽ കൺവീനർ K കവിരാജൻ കൊല്ലംപറമ്പിൽ, CT തോമസ് കാച്ചാംകോടം എന്നിവരും പങ്കെടുത്തു. വാമൊഴി പാട്ടുകളുടെ വാനമ്പാടിയായ കാവാലം രംഭ ഇനി നവജീവൻ ട്രസ്റ്റിന്റെ തണലിൽ. 1 മാസത്തോളമായി അവശനിലയിലായിരുന്ന രംഭയെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് കോട്ടയം നവജീവൻ ട്രസ്റ്റ് ഏറ്റെടുത്തത്. വാമൊഴി പാട്ടുകളിലൂടെ കേരളത്തിൽ തിളങ്ങി നിന്നിരുന്ന കലാകാരിയായിരുന്നു കാവാലം രംഭ. കാവാലം നാരായണപ്പണിക്കരുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തിയിരുന്ന കലാകാരി എന്ന വിശേഷണവും രംഭയ്ക്കു തന്നെ. കാവാലം നാരായണപ്പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കുരുന്നുകൂട്ടം പരിപാടിയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഈ കലാകാരി.
കാവാലം കുന്നുമ്മ സ്വദേശിയായ രംഭ അകന്ന ബന്ധുവിന്റെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് അവശനിലയിലായ രംഭയ്ക്ക് മികച്ച ചികിത്സ നൽകുന്നതിനു വേണ്ടിയാണ് കോട്ടയം നവജീവൻ ട്രസ്റ്റ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. 2005 ഫോക്ലോർ അവാർഡ്, പാട്ടമ്മ തുടങ്ങി നിരവധി അവാർഡുകൾ വാങ്ങി കാവാലത്തിന്റെയും കുട്ടനാട്ടിന്റെയൊക്കെ പ്രശസ്തി ഉയർത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കാവാലം രംഭ എന്ന് പറയുന്ന രംഭാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദുഃഖകരവും ആയതുമൂലമാണ് കാവാലം ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും ആരോഗ്യ പ്രവർത്തകരുടെയൊക്കെ നിർബന്ധത്തിന് വിധേയമായിക്കൊണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന കാവാലം രംഭയെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ അമ്മയാണെങ്കിൽ വീണ് പരിക്കേറ്റ് കഴിയുന്ന പോലും ആശുപത്രി ചികിത്സ വളരെ അത്യന്താപേക്ഷിതവുമാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഇവിടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ പൂർണ്ണമായും ചികിത്സ കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാവാലത്തെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ കൂടി നവജീവൻ ട്രസ്റ്റ് കോട്ടയവുമായി ബന്ധപ്പെടുകയും കാവാലത്തിന്റെയും കുട്ടനാടിന്റെയും കേരളത്തിന്റെയൊക്കെ വാമൊഴികളെ സംരക്ഷിക്കുന്ന ഈ അമ്മയെ സംരക്ഷിക്കുവാൻ നമ്മുടെ നവജീവൻ ട്രസ്റ്റ് തയ്യാറാവുകയുണ്ടായി. കാരണം ഈ പറയുന്ന കാവാലം രംഭയെ ഈ നാടിനു വേണ്ടി, ഈ നാട്ടിലെ നാട്ടുകൂട്ടത്തിനു വേണ്ടി നിലനിർത്തുക എന്നുള്ളത് ഈ നാടിന്റെ തുടർന്നുള്ള മലയാള ഭാഷയുടെ തന്നെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സഹായം ഞങ്ങൾ നവജീവൻ ട്രസ്റ്റിനോട് അഭ്യർത്ഥിച്ചത്. നവജീവൻ ട്രസ്റ്റ് അതിന് തയ്യാറായി. 78-കാരിയായ രംഭയെ 2005 രാഷ്ട്രം ഫോക്ലോർ അവാർഡ് നൽകി ആദരിച്ചിരുന്നു. ഇതുകൂടാതെ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഈ കുട്ടനാട്ടുകാരിയെ തേടിയെത്തിയിട്ടുണ്ട്. ടൂറിസത്തിന്റെ മറവിൽ മുളയ്ക്കുന്ന അംഗീകാരമില്ലാത്ത മസാജ് സെന്ററുകളിൽ അനാശാസ്യം വ്യാപിക്കുന്നതായി നാട്ടുകാർ. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ നടുത്തുരുത്ത്, കന്നിട്ടക്കായൽ പ്രദേശങ്ങളിലാണ് കൂണുപോലെ മുളയ്ക്കുന്ന മസാജ് സെന്ററുകളുടെ മറവിൽ അനാശാസ്യങ്ങൾ നടക്കുന്നത്. ഒരു മസാജ് സെന്റർ ആരംഭിക്കണമെങ്കിൽ ഹോസ്പിറ്റൽ രജിസ്ട്രേഷനുള്ള ഒരു ഡോക്ടറുടെ കീഴിലാവണം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം നൽകുന്ന ലൈസൻസും ഒരു അംഗീകൃത ഡോക്ടറുടെ സേവനവും ആവശ്യമാണ്. ഗ്രീൻ ലീഫ്, ഒലീവ് ലീഫ് എന്നിങ്ങനെയാണ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മസാജ് സെന്ററുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. ഇതിൽ ഗ്രീൻ ലീഫ് സർട്ടിഫിക്കറ്റുള്ള മസാജ് സെന്ററുകൾ തുലോം കുറവാണ്. ഒലിവ് ലീഫ് സർട്ടിഫിക്കറ്റുകളാണ് സാധാരണഗതിയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടവർക്ക് നൽകുന്നത്. ഇതിൽ ഒരു അംഗീകൃത ഡോക്ടറിന്റെ സേവനവും ടൂറിസം ആൻഡ് ട്രാവൽസ് നടത്തുന്ന 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സോ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നിന്നും ഡിപ്ലോമ പാസ്സായവരോ ആയിട്ടുള്ള 2 തെറാപ്പിസ്റ്റുകളുടെ സേവനം ഉണ്ടായിരിക്കണമെന്നുള്ളതും നിർബന്ധമാണ്. എന്നാൽ ഈ ഗവൺമെന്റ് ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും വിവിധ മസാജ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. സാമാന്യ വിദ്യാഭ്യാസം പോലുമില്ലാത്തവരെയാണ് കായിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ നിയമിച്ചിരിക്കുന്നത്. ഇതിൽ മണ്ണുവാരാൻ പോകുന്നവരും ഹൌസ് ബോട്ട് ജീവനക്കാരുമൊക്കെ ഉള്ളതായി അംഗീകൃത മസാജ് സെന്ററിലെ ഡോക്ടർമാർ പറഞ്ഞു. മസാജിന്റെ മറവിൽ വൻ ലൈംഗിക ചൂഷണമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സഞ്ചാരിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ കൈനഗരിയിലെ ഒരു സെന്ററിനെതിരെ ആലപ്പുഴ പോലീസ് നിയമ നടപടി സ്വീകരിച്ചിരുന്നു. അംഗീകാരമില്ലാത്തതിന്റെ പേരിൽ ഈ സ്ഥാപനവും ഇതോടനുബന്ധിച്ച് വിവിധ പേരുകളിലുള്ള 5ഓളം സ്ഥാപനങ്ങളും പോലീസ് അടപ്പിച്ചു. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവയൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പോലീസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇവർക്കുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. രോഗപ്രതിരോധത്തിന് അലോപ്പതിയേക്കാൾ പരിഗണന കൊടുക്കാൻ സാധിക്കുന്നത് ഹോമിയോയ്ക്കാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ അലോപ്പതിയേക്കാൾ ഏറ്റവും മുന്തിയ പരിഗണന നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഹോമിയോ. ഇനി ഒരു കാര്യമുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുടെ കൂമ്പ് വാട്ടരുത്, ആന്റിബയോട്ടിക് കൊടുത്തോണ്ട് ഡോക്ടർ വന്ന് കണ്ടോണം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർക്ക് ഹോമിയോ കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമാണ്. കാരണം ചെറിയ കുട്ടികൾക്ക് നമ്മൾ അലോപ്പതി കൊടുത്താൽ, എനിക്കൊക്കെ നല്ല അതിനകത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ഭർത്താവിന് ഹോമിയോ മരുന്ന് ഇപ്പോഴും കഴിക്കുന്നത്, ഭയങ്കര പേടിയാണ് അലോപ്പതി. അപ്പം കുഞ്ഞിനും അങ്ങനെ തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചെറുതിലെ മുതൽ കുഞ്ഞിന് ഹോമിയോ കൊടുത്തത്. കണ്ടുകഴിഞ്ഞാൽ വലിഞ്ഞിട്ട് അതിനെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ അവന് അങ്ങനെ പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ, പനിയൊക്കെ വന്നാല് ചെറിയൊരു ഡോസ് അലോപ്പതി കൊടുത്താൽ മാറും. കാരണം ഹോമിയോയുടെ ഒരു കണ്ടന്റ് ഉള്ളിലുണ്ട് ചെറുതിലെ മുതൽ. അത് നമ്മൾ ശീലമാക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുകയാണ് ഹോമിയോ. അതിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് ശരിക്കും വലിയ ഒരു മാറ്റം ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ, അതുപോലെ വൈറൽ ഫീവർ ഒക്കെ വരുന്ന സമയത്ത് പ്രിവെന്റീവായി ഉപയോഗിക്കാൻ ഏറ്റവും നല്ല മെഡിസിനാണ്. നിങ്ങളെല്ലാം അറിയാം, ജനപ്രതികൾക്കെല്ലാം അറിയാം, പ്രിവെന്റീവ് മെഡിസിനാണ് ഹോമിയോ.
പക്ഷെ പലപ്പോഴും ഗവൺമെന്റുകളുടെ ഭാഗത്ത് നിന്ന് അലോപ്പതിക്കാണ് എപ്പോഴും പരിഗണന വരുന്നത്. NRHM പോലും ഗവൺമെന്റ് പദ്ധതിയാണല്ലോ NRHM. അതിൽ പോലും അലോപ്പതി കഴിഞ്ഞുള്ളൂ ഹോമിയോയ്ക്ക്. ഞാൻ പറയും ഇവർക്ക് 2ാം കിട പൗരത്വം 3ാം കിട പൗരത്വം ഒക്കെ ശരിക്കും 1ാമത് വരേണ്ടതാണ്. കുട്ടികൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നതിന് പകരം ഹോമിയോ കൊടുക്കുന്നതാണ് നല്ലതെന്നും അവർ കൂട്ടിച്ചേർത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിമോൾ പുരുഷോത്തമൻ, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ, ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു, ലൈല രാജു, വിനോദിനി കുഞ്ഞുമോൻ, രാജിനി ബിനു എന്നിവർ സംസാരിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നിയമം റദ്ദു ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കാതെ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ ജനത ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. രാവിലെ 10 ആരംഭിച്ച ഉപവാസ സമരം കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി സത്യൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. ഓരോ സമയത്തും കൃഷിക്കാരന് 4-5 രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല. 4-5 രൂപയിൽ 1 കിലോ ഉള്ളിക്ക് വില ലഭിച്ചിട്ടില്ല. ആ സന്ദർഭത്തിൽ 60-70 ഡൽഹി മാർക്കറ്റിൽ 80-90 രൂപയും കൊടുത്തുകൊണ്ടാണ് കൃഷിക്കാർ ഉള്ളി വാങ്ങിയത്. ഞാൻ ഉദാഹരണപരമായി പറഞ്ഞതാണ്. ഇടത്തട്ടുകാർ കർഷകന് ന്യായമായ വില ലഭിക്കുന്നില്ല. കമ്പോളത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആ വിറ്റ കർഷകൻ ഉൾപ്പെടെ 5 രൂപയ്ക്ക് വിറ്റ ഉള്ളി 40, 50, 60 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട സ്ഥിതിയിലേക്ക് ആ കർഷകൻ തന്നെ മാർക്കറ്റിൽ ചെന്ന് 15-12 രൂപയ്ക്ക് വാങ്ങിക്കേണ്ട സാഹചര്യമാണ്. ഇതിന് പരിഹാരം കാണാൻ കഴിയും. ഗവൺമെന്റ് ഒരു ഏജൻസി എന്ന നിലക്ക് മാർക്കറ്റിൽ ഇടപെടണം. സംഭരണ കേന്ദ്രങ്ങളിൽ ഇടപെടണം. സംഭരണ കേന്ദ്രങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെല്ലാം സംഭരിച്ച് ഗോഡൌണുകളിൽ സൂക്ഷിക്കണം. അതിനാവശ്യമായ പണം മുടക്കണം. കൃഷിയെ അവഗണിക്കുന്ന നയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്നത്. പ്രസ്താവന ഇറക്കിയതുകൊണ്ട് മാത്രം ഭക്ഷ്യസുരക്ഷ നടപ്പാവില്ലെന്നും സത്യൻ മൊകേരി പറഞ്ഞു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പി തിലോത്തമൻ MLA, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ, B അൻസാരി, PK സദാശിവൻ പിള്ള, അഡ്വക്കേറ്റ് V മോഹൻദാസ്, N സുകുമാരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രപിതാവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ നടത്തുന്ന ശുചിത്വ ക്യാമ്പയിൻ ആലോചനാ യോഗം നടന്നു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി അധ്യക്ഷയായി.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളും സംയുക്തമായാണ് ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ശുചിത്വ ക്യാമ്പയിൻ നടപ്പാക്കുന്ന സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പല സ്ഥലത്ത് ചില ആളുകൾ എടുക്കുന്നില്ലെങ്കിൽ മറ്റു സ്ഥലത്ത് അത് ചിലപ്പോൾ ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു പ്രധാന ഉദ്യമം. അതിന് നമ്മൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ നമ്മൾ പഞ്ചായത്തുകളിൽ അയച്ചു തരും. അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ തന്നെ അത് ഒരു അന്വേഷണം നടത്തി മെച്ചപ്പെടുത്തി എടുക്കുക, അതിനെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബിജോയ് കെ വർഗീസ്, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ജിമ്മി കെ ജോസ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. NCP ആലപ്പുഴ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ആലപ്പുഴയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇത്ര ഗംഭീരമായ ഒരു സ്വീകരണം, അതും പല ജില്ലകളിലും എനിക്ക് തോന്നുന്നു 12 ജില്ലകളിൽ അത്യുഗ്രമായ സ്വീകരണം നടന്നു. പക്ഷെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെയാണ് നടന്നത്. അതായത് വേറിട്ട ഒരു സ്വീകരണം. ഇവിടെ എല്ലാത്തിനും ഒരു വേറിട്ട ശൈലി ഉണ്ടല്ലോ പ്രവർത്തന കാര്യങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മുടെ വള്ളംകളി ഏത് വന്നാലും അതിന് ആ വള്ളംകളിയുടെയൊക്കെ ഒരു അനുസ്മരണം ഇവർക്കെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്വീകരണം എനിക്ക് ലഭിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരം വേറൊന്നുമല്ല. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, നിങ്ങൾ നൽകുന്ന സ്നേഹം അത് 10 ഇരട്ടിയായി 100 ഇരട്ടിയായി എങ്ങനെ തിരിച്ചു നൽകും എന്നുള്ളൊരു വിഷമമാണ്. ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ, സുൽഫിക്കർ മയൂരി, കലൂർ വിജയകുമാർ, ആർ ജയൻ, അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, എൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൈനകരി ആറ്റുവാത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് അവതരണവും 87ാമത് വാർഷികവും നടന്നു. ബാങ്ക് അങ്കണത്തിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് കൊച്ചുകാളാശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ 2012, 13, 14 വർഷങ്ങളിലെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും 2014, 15, 15, 16 വർഷത്തെ ബഡ്ജറ്റും സെക്രട്ടറി സുനിത കുമാരി CG അവതരിപ്പിച്ചു. ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കുവാൻ കഴിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ഭരണസമിതി അന്ന് അധികാരത്തിലേറ്റത്. അതിനുശേഷം പണാപകരണം നടത്തിയ ശ്രീ തോമസ് മാത്യുവിൽ നിന്ന് അന്നത്തെ കോടതി വിധി പ്രകാരവും അടയ്ക്കേണ്ടതായ തുക അടപ്പിക്കുകയും അത് ബാങ്കിൽ കണക്കിടാവുന്ന തുകകൾ മുഴുവൻ ബാങ്കിൽ ജില്ലാ ബാങ്കിൽ അടയ്ക്കുകയും അതിനുശേഷം ഞങ്ങളുടെ നയപരമായ പ്രവർത്തനങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിനെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി വേണ്ട തീവ്ര ശ്രമം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് ഇപ്പോൾ 47 ലക്ഷം രൂപയാണ് ജില്ലാ ബാങ്കിൽ കടമായുള്ളത്. അതിന് പലിശ. SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി. കണ്ണാടി പടിഞ്ഞാറേമഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ഒക്ടോബർ 3 മുതൽ 12 വരെ നടക്കും. PN പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠര് മഹേശ്വരര്, മേൽശാന്തി രവിശങ്കർ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചരമവാർത്തകൾ. രാമങ്കരി 20 ചിറ ഭാരതി 85 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. കാവാലം വടക്ക് വൈപ്പിശ്ശേരിൽ മറിയാമ്മ ഐസക് 86 വയസ്സ് നിര്യാതയായി. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഞങ്ങൾ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഒരു ഗ്രാമം പ്രാർത്ഥനയോടെ ഒന്നിക്കുന്നു 3 ജീവനുകൾ നിലനിർത്താൻ. വാമൊഴി വഴക്കത്തിന്റെ പാട്ടുകാരി കാവാലം രംഭ ഇനി നവജീവൻ ട്രസ്റ്റിന്റെ തണലിൽ. ടൂറിസത്തിന്റെ മറവിൽ അനാശാസ്യം വ്യാപിക്കുന്നതായി നാട്ടുകാർ. അംഗീകാരമില്ലാത്ത മസാജ് സെന്ററുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.